ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസ്. ഇന്നൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കേരള സ്റ്റൈൽ ചിക്കൻ ഫ്രൈ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈയുടെ പ്രിപ്പറേഷൻ തുടങ്ങാം. ആദ്യമായി അത് നമുക്ക് മാരിനേഷൻ ചെയ്യാം. ഞാനിവിടെ 1.25 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട മാരിനേഷൻ ഇൻഗ്രീഡിയൻറ്റ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി, 1 ടേബിൾ സ്പൂൺ ഫെനൽ സീഡ് പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ റൈസ് ഫ്ലോർ. ഇഞ്ചിയും വെളുത്തുള്ളിയും തല്ലി തന്നെ എടുത്തിരിക്കുകയാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ. കുഞ്ഞുള്ളി തല്ലിയെടുത്തത് 1 ടേബിൾ സ്പൂൺ. 2 ടേബിൾ സ്പൂൺ തൈര് പുളിയുള്ളതാണെങ്കിൽ നാരങ്ങാ നീര് ചേർക്കണ്ട. ഇത് പുളിയുള്ള തൈരായതുകൊണ്ട് ഞാൻ നാരങ്ങാ നീര് ചേർക്കുന്നില്ല. പുളിയില്ലാത്ത തൈരാണെങ്കിൽ 1 ടീസ്പൂൺ നാരങ്ങാ നീരൂടെ ചേർക്കാം. കുറച്ച് കറിവേപ്പില. ഇത്രയും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന ടൈമിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം കുറവാണ്. അപ്പം നമുക്കൊരു കുറച്ച് വെള്ളം, 1 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്തു. ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കാം. കാരണം റോ ചിക്കൻ പുരട്ടി കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കാൻ ബുദ്ധിമുട്ടല്ലേ. ഉപ്പ് പാകത്തിനാണെന്ന് തോന്നുന്നു. നമ്മൾ മാരിനേഷനുള്ള ഇത് തയ്യാറായി. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഞാനിവിടെ 1.25 കിലോ ചിക്കനാണ് കൊച്ചു പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത്, ഫ്രൈക്ക് വേണ്ടി നമ്മൾ കട്ട് ചെയ്യത്തില്ലേ, ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് നല്ലോണം പുരട്ടിയെടുക്കാം. എല്ലാ പീസിലും നല്ലോണം എത്തക്ക രീതിയിൽ നമുക്ക് പുരട്ടി വയ്ക്കാം. നല്ലോണം പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒരു മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിതിപ്പോൾ ചിക്കൻ 3 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഡീപ്പ് ഫ്രൈക്കാണ്. അപ്പം നമുക്കൊരു 1-1.5 കപ്പ് വെളിച്ചെണ്ണ വേണ്ടി വരും. എണ്ണ ചൂടാവട്ടെ. നമുക്ക് എണ്ണ ചൂടായോ നോക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ പീസായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ചെറിയ കടായിയാണ് എടുത്തിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി എണ്ണ വേസ്റ്റ് ചെയ്ത് കളയണ്ട എന്ന് വെച്ചിട്ടാണ്. പതിയെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. മറ്റത് വലിയ കടായി ആകുമ്പോൾ നമുക്ക് ഇത്രയും ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി എണ്ണ വരും. പിന്നെ അത് വേസ്റ്റ് ആവും. നമുക്ക് റിപ്പീറ്റ് കുക്കിങ്ങിനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ ഇരുമ്പിൻ്റെ കടായിലാകുമ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മുടെ ഫസ്റ്റ് ഞാനിട്ടത് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനത് എടുക്കുവാണ്. നമുക്കിതുപോലെ ഒരു കോരി വയ്ക്കുന്ന ഒരു വല പോലത്തെ ഇതിൽ നമുക്കതിനെ വയ്ക്കാം. അപ്പോൾ എണ്ണയൊക്കെ നല്ല മാറിയിരിക്കും അതിൽ.
നമുക്ക് അടുത്തത് ഇതുപോലെ 1 by 1 ആയിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അവസാനത്തെ സെറ്റും ഫ്രൈ ചെയ്തെടുത്തു. നമുക്കിതിനെ കോരി ഇതിലേക്ക് മാറ്റാം. നമ്മുടെ കേരള സ്റ്റൈൽ നാടൻ ചിക്കൻ ഫ്രൈ റെഡിയായി. നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ച് ഗാർണിഷ് ചെയ്യാം. നമ്മൾ ചിക്കൻ ഫുള്ള് ഫ്രൈ ചെയ്തെടുത്തു. ഇനി ബാക്കി അതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ബാക്കി വന്ന ഉള്ളിയും കുറച്ച് കറിവേപ്പിലയൊക്കെ കൂടെ ഞാൻ ആഡ് ചെയ്ത് അതിനെ കൂടെ നമുക്ക് ലാസ്റ്റിൽ ഫ്രൈ ചെയ്ത് പോരാം. ചിക്കനോടൊപ്പം ഫ്രൈ ചെയ്താലുള്ള പ്രശ്നം അത് കരിഞ്ഞു പോവും. അപ്പം നമുക്ക് ലാസ്റ്റിൽ ഇത് കുറച്ച് ഗ്രേവി പോലെ ഇതിനെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കറിവേപ്പിലയും കുഞ്ഞുള്ളിയൊക്കെ ഇതിലേക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായി. കേരള സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മളൊരു 2-3 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്നതിലാണ് അതിന് സ്വാദേറുന്നത്. അപ്പോൾ തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ചാലും നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ, ഈ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കുക്കിംഗ് വീഡിയോസുമായി വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.